عبرت بابا طقت 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 طقت. നമസ്കാരം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധസമാന സാഹചര്യം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതീവ ഗുരുതരമായ രീതിയിലേക്കാണ് നീങ്ങുന്നത്. കരാർ ലംഘനം ആരോപിച്ച് ഇറാൻ തുടങ്ങിയ പ്രകോപനത്തിന് കനത്ത സൈനിക നടപടിയിലൂടെയാണ് അമേരിക്ക ശക്തമായി തിരിച്ചടി നൽകിയത്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ 140 ഇടങ്ങളിലാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. ഈ ആഴ്ചയിൽ മാത്രം 3-ാം തവണയാണ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം. ചരക്ക് കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് സെൻട്രൽ കമാൻഡ് നൽകുന്ന മുന്നറിയിപ്പ്. തിരിച്ചടിച്ച ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ നാവികനെ കാണാതായി. സംഭവത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ഹോർമുസിലെ ഇറാൻ നിയന്ത്രണം അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഇറാൻ നിലപാട് കടുപ്പിക്കുന്നത്. ഖമനേയിയുടെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കുമെന്ന മുജ്തബ ഖമനേയിയുടെ ഭീഷണിയും ആശങ്കയുയർത്തുന്നു. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്കോ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ, AM ഷിനാസ്, വിദേശകാര്യ വിദഗ്ധൻ, ഡോക്ടർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചേരുന്നത്. ശ്രീ KP ഫാബിയാൻ, നയതന്ത്ര വിദഗ്ധനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ ജോസഫ് ആന്റണി, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ആകെ മാറിമറിയുകയാണ്. യുദ്ധം സമാനമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോഴത്തെ ഈ പ്രകോപനത്തിന് കാരണക്കാരൻ ആര് എന്നാണ് താങ്കൾ കരുതുന്നത്? അത് വളരെ വ്യക്തമാണ് ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന്. കാരണം ഈ യുദ്ധം യുദ്ധത്തിന്റെ ഉത്തരവാദി അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാം അമേരിക്ക തന്നെയാണ് ഈ യുദ്ധത്തിന്റെ ഉത്തരവാദി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? നമുക്കെല്ലാവർക്കും പറയാം 14ന് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അമേരിക്കയും ഇറാനും ചേർന്ന് ഒപ്പിട്ടു. ഇസ്രായേൽ അതിന്റെ പങ്കാളിയല്ല. ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ 4-ാമത്തെയും 5-ാമത്തെയും വകുപ്പുകൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 4-ാമത്തെയും 5-ാമത്തെയും വകുപ്പുകൾ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ സംബന്ധിച്ചും അതിലെ ട്രാഫിക്കിനെ സംബന്ധിച്ചും അതിനുശേഷം ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ നടത്തി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അതിനുശേഷം ഗൾഫിലെ ലിറ്ററൽ സ്റ്റേറ്റ്സുമായി ഡിസ്കസ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നത് നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് അതിലൊന്നുകൂടിയുണ്ട്. ഈ 60 ദിവസം ഹോർമുസ് സ്വതന്ത്രമായിരിക്കണം എന്ന ഒരു ക്ലോസ് കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് ചരക്ക് കപ്പലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയത്. അല്ല, അതെ, എങ്ങനെ സ്വതന്ത്രമായിരിക്കണം? ഈ സ്വതന്ത്രമായിരിക്കുന്നത് ഇറാന്റെ, അതായത് യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാം, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഫെബ്രുവരി മാസം 28-ാം തീയതി വരെ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയായിരുന്നു. ഈ തുറന്നു കിടക്കുന്ന ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ നിർബന്ധിതമായത് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ നിയമവിരുദ്ധമായ യുദ്ധമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലിനെയും പോലെയുള്ള ഏറ്റവും വലിയ ലോകത്തിലെ സൈനിക ശക്തിക്കെതിരായി പിടിച്ചു നിൽക്കാൻ ഇറാനെ പോലെയുള്ള ഒരു സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ദുർബലമായ രാജ്യത്തിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞല്ലോ, നമുക്കെല്ലാവരും കേട്ടതാണല്ലോ, അവർ 2 കാര്യങ്ങളാണ് പറഞ്ഞത് അമേരിക്കയോടും ഇസ്രായേലിനോടും. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾക്കെതിരായിട്ട് യുദ്ധം തുടങ്ങിയാൽ അമേരിക്ക എന്ന് പറയുന്ന 10,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന രാജ്യത്തിനെതിരെ യുദ്ധം നടത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾക്കെതിരെ ആക്രമണം നടത്തും. ഒന്ന്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കെതിരെ യുദ്ധം ആരംഭിച്ചാൽ ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ അടയ്ക്കും എന്ന് പറഞ്ഞു. ഇത് രണ്ടും നേരത്തെ കൂട്ടി, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ വളരെ വ്യക്തമായി ലോക സമൂഹത്തോട് പറഞ്ഞ 2 കാര്യങ്ങളാണ്. എന്നാൽ ഇതിനെ ഒന്നും പരിഗണിക്കാതെ ഇതൊന്നും ഇവർ പറയുന്ന കണക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് യുദ്ധം ആരംഭിച്ചത്. യുദ്ധം ആരംഭിച്ചു, നമുക്കെല്ലാവർക്കും അറിയാം. 100 ദിവസത്തോളം മൂന്നാഴ്ച കൊണ്ട്, ഞാൻ 3 ദിവസം കൊണ്ട് 3 ആഴ്ച കൊണ്ടൊക്കെ തീരും എന്ന് പറഞ്ഞത് ഇപ്പൊ 5-ാമത്തെ മാസത്തിലെത്തി നിൽക്കുന്നു. അവര് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള 2 രാജ്യങ്ങൾ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ അതിശക്തമായ ആക്രമണം നടത്തിയത്. അവിടെ ഇനി കൊള്ളാവുന്ന സ്ഥാപനങ്ങളൊന്നുമില്ല. അവരുടെ എണ്ണ കേന്ദ്രങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, അവരുടെ മെഡിക്കൽ ആശുപത്രികൾ, സ്കൂളുകൾ, 168 വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവര് കൊന്നു തള്ളി. എന്നിട്ട് യുദ്ധം വിജയിച്ചോ? യുദ്ധം വിജയിച്ചില്ല. യുദ്ധം വിജയിക്കാതിരുന്നപ്പോഴാണല്ലോ ജൂൺ മാസം 17-ാം തീയതി MOU ഒപ്പിടേണ്ടി വന്നത്. അതൊരു പരാജയപ്പെട്ട, അതായത് അമേരിക്കയുടെ പരാജയത്തിന്റെ കരാറാണ് എന്നാണ് അമേരിക്കയിലെ ലോകത്തിലെ മുഴുവൻ ആളുകളും പറയുന്നത്. എന്തുകൊണ്ട്? അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ 4 കാര്യങ്ങളുണ്ട്. ഭരണകൂടത്തെ മാറ്റണം, ആണവ പദ്ധതി അവസാനിപ്പിക്കണം, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അവസാനിപ്പിക്കണം, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഹമാസ്, ഹെസ്ബുള്ള, ഹൂതികൾ എന്നുള്ളവരെ ഇല്ലാതാക്കണം. ഇത് ഏതെങ്കിലും നടന്നോ?
ഇതൊന്നും നടന്നില്ലല്ലോ. അവസാനം പറഞ്ഞ എന്താ, നിങ്ങൾ ഹോർമുസ് കടലിടക്ക് ഒന്ന് തുറന്നാൽ മതി, ബാക്കി പ്രശ്നങ്ങൾ നമുക്ക് പിന്നാലെ ചർച്ച. ഇത്രമാത്രം പരാജയപ്പെട്ട, ദൂരക്കാഴ്ചയില്ലാത്ത ഒരു ഭരണാധികാരിയുടെ തെറ്റായ നിലപാടിന്റെ ഫലം ആരൊക്കെ അനുഭവിച്ചു? അമേരിക്കൻ ജനത ഉൾപ്പെടെ അനുഭവിച്ചു, ലോക ജനത ഉൾപ്പെടെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള തെറ്റായ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയത്. യുദ്ധത്തിന് അവസാനം ഈ മെമ്മറാണ്ടം അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പിട്ടു. അതിൽ കൃത്യമായി പറയുന്ന കാര്യം എന്താണ്? ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പിന്നെ നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം പിന്നെ അമേരിക്കയ്ക്കാണ്. ഞങ്ങൾ പിന്മാറും, ഞങ്ങൾ അവരുടെ പിന്നെ തടഞ്ഞു വെച്ച സമ്പത്തുകൾ പിന്നെ നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഡിമൈനിങ് ഒക്കെ നടത്തണം, അതിലേക്കൂടെ സുഗമമായി കൊണ്ടുവരണമെന്നാ പറഞ്ഞത്. അപ്പൊ എന്താ ഇവിടെ നടന്നത്? ഇപ്പൊ നടന്നത് എന്താണെന്ന് വെച്ചാല്, ഹോർമുസ് കടലിടുക്കിന്റെ പ്രധാന ഭാഗം ഈ അതായത് മൈനുകൾ വിതറി അവര്. അതായത് പ്രധാന കപ്പൽ ചാലായിട്ടുള്ള പ്രദേശത്തെ മൈനുകൾ വിതറി. അതുകൊണ്ട് എന്താ പറഞ്ഞത്, ഞങ്ങളുടെ ഇറാനോട് ചേർന്നുള്ള പ്രദേശത്തൂടെ കപ്പലുകൾ കടന്നു പോകണം. അപ്പോൾ 60 ദിവസത്തേക്ക് ഞങ്ങൾ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല, കടന്നു പോകണമെന്നാണ് അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് ഈ കരാറിന് വിരുദ്ധമായി ഈ പിന്നെ ഒമാന്റെ തീരത്തോട് കൂടിയിട്ട് ഈ കപ്പലുകൾ കടന്നു പോകാൻ അമേരിക്കയും ഫ്രാൻസും UK-യും അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒമാന്റെ കടൽ തീരത്തൂടി കപ്പലുകളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് പൊളിഞ്ഞത്. അത് ഈ കരാറിന്റെ ലംഘനമാണ്. അതിനുശേഷവും ഖമനയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമാധാന ഉടമ്പടി ഉണ്ടായിരുന്നു. അതും പക്ഷേ അട്ടിമറിക്കപ്പെടുന്നതാണല്ലോ ശ്രീ ജോസഫ് ആന്റണി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ചരക്ക് കപ്പൽ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. സംസ്കാരം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അമേരിക്ക ഉണ്ടായിരുന്ന ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടു. ഞാൻ പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതല്ല, വലിയ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം തുടങ്ങി വെച്ചത് തന്നെ വലിയ പാളിച്ചയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇറാനും സമാധാനം ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നതാണോ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ തള്ളിയിടുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വലിയ പ്രകോപനമാണ് മുജ്തബ ഖമനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ വധത്തിന്, രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കുമെന്ന് പറയുകയാണ് മുജ്തബ ഖമനി. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അത് റെറ്ററിക്കാണ്. അവരുടെ എന്താണ്, അവരുടെ ആർഗ്യുമെന്റുകളാണ്. ഇത് പ്രധാനപ്പെട്ട പ്രശ്നം. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം അല്ല ഉള്ളത്. അവർ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നു, രാഷ്ട്രീയമായി ദുർബലമായിരിക്കുന്നു, സാമൂഹികമായി ദുർബലമായിരിക്കുന്നു, സൈനികമായി തകർന്നിരിക്കുന്നു. ഇതെല്ലാമുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെങ്കിലും അവർക്ക് കരകയറണമെന്നുള്ള ആഗ്രഹം അവർക്കുമുണ്ട്. എന്നാൽ അവർക്ക് ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന പ്രശ്നം, ഈ പിന്നെ സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരെ ദുർബലമായ രാജ്യത്തിനുള്ള ആകെയുള്ള പിടിവള്ളി, ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയുമുള്ള ആകെയുള്ള പിടിവള്ളി ഹോർമുസ് കടലിടുക്കാണ്. ആ ഹോർമുസ് കടലിടുക്കിൽ അവർ പിടിമുറുക്കിയതുകൊണ്ട് കൊണ്ടാണല്ലോ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ കരാറിലേക്ക് വരേണ്ടി വന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനുള്ള നിയന്ത്രണം ഇല്ലാതാക്കണമെന്ന അജണ്ട നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാൻ അതേ മാർഗമുള്ളൂ. അത് ഇറാന്റെ ഈ പൂർണ്ണമായും ഇറാനെ ഇല്ലാതാക്കിയാൽ പോലും ഇറാന്റെ കയ്യിൽ ഒരു മിസൈലെങ്കിലും അവശേഷിക്കുന്ന കാലത്തോളം ഈ ഹോർമുസ് കടലിടുക്കിന്റെ മുകളിലുള്ള അവരുടെ നിയന്ത്രണം ഈ നഷ്ടപ്പെട്ടു പോകാൻ അവർ അനുവദിക്കുന്നില്ല. അതാണ് അവരുടെ കാര്യം. കാരണം ആ രാജ്യം എന്ന് പറയുന്നത് അതിന്റെ നിലനിൽപ്പിന്റെയും ഐഡന്റിറ്റിയുടെയും ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾ പിന്നെ അവർക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ്. ഇത് വാലി നാസർ എന്ന് പറയുന്ന ഇറാൻകാരനായിട്ടുള്ള അമേരിക്കയിലെ വലിയ പ്രൊഫസറായിട്ടുള്ള ആള് ഇറാൻസ് ഗ്രാൻഡ് സ്ട്രാറ്റജി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളാണ്, ഇറാന്റെ നയങ്ങളെ നിയന്ത്രിക്കുന്ന 2 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, അവരെപ്പോഴും ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ, അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ ഉള്ള ആക്രമണം പ്രതീക്ഷിക്കുന്നു. 2, അവരുടെ അകത്ത് നിന്നുകൊണ്ടുള്ള ഇന്റേണൽ പിന്നെന്താണ് ഡിസൊല്യൂഷൻ, ഇന്റേണൽ പിന്നെ ഇംപ്ലോഷൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രതീക്ഷിക്കുന്നു. ഇത് 2നെയും തടയുക എന്നുള്ളതാണ് ഇറാൻ സ്ഥാപിച്ച കാലം മുതലുള്ള അവരുടെ നയം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ 2 പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനുള്ള ആകെയുള്ള പിടിവള്ളി, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുമ്പിൽ ആകെയുള്ള പിടിവള്ളി ഇതാണ്. അതുകൊണ്ട് ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അവരിൽ നിന്ന് മാറ്റാൻ നടത്തുന്ന അമേരിക്കയുടെ പ്രവർത്തനം ആ കരാറിനുള്ള ലംഘനമാണ്. അതാണ് വളരെ കൃത്യമായ കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ കരാർ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഇതിലൂടെ കപ്പലുകളെ കടത്തിവിടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നതിന്റെ സൂചനയാണ് അവർ ഈ ഇതിനെതിരെ നടത്തുന്ന ആക്രമണം. അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ ഈ പിന്നെ അമേരിക്ക തിരിച്ചാക്രമിക്കും. 300ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. പക്ഷേ അവർ അണുകിട പോലും അതിൽ നിന്ന് മാറാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ലോകത്തിന് നൽകുന്ന ശുഭകരമായ ഒരു സൂചനയല്ല. ശരി.
ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. എല്ലാ ഉത്തരവാദിത്വവും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിൽ അമേരിക്കയ്ക്കാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടലിന്റെ ഏറ്റവും വലിയ ആഘാതം ആദ്യം ഏൽക്കുന്ന ഇടം ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളാണ്. ഇവിടെ സമാനമായ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതിന് സമാനമായ നിലയിൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. വലിയ തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഖത്തറിലായാലും ബഹ്റൈനിലായാലും കുവൈറ്റിലായാലും ഒക്കെ അതിന്റെ കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പ്രതീതി ജനിക്കുമ്പോൾ ഗൾഫ് മേഖല ആ ആഘാതം ഏറ്റുവാങ്ങുന്നത്? ഇന്നലെ രാത്രിയൊക്കെ വളരെ കലുഷിതമായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ നിന്നും അത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിവരം? ഗൾഫ് രാജ്യങ്ങള് ഒരു പ്രതീക്ഷയുടെ ഒരു മുനമ്പ് നിൽക്കുകയായിരുന്നു. കാരണം അവര് സാമ്പത്തിക രംഗത്ത് വീണ്ടും ഒരു റിവൈവൽ ഈ സെപ്റ്റംബർ മുതൽ പ്രതീക്ഷിച്ചിരുന്നു. കാരണം വേനൽക്കാലത്തിലെ ആ ഒരു ഓഫ് പീക്ക് സീസൺ കഴിഞ്ഞിട്ട് ഒരു റിവൈവലിന് പ്രതീക്ഷ. ഇപ്പൊ അവരുടെ ഒരു ലക്ഷ്യം ഇപ്പൊ സർവൈവൽ തന്നെയാണ്. കാരണം എക്കോണമി ആ രീതിയിൽ പരിതാപകരമായ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 4.4% ഈ GCC രാജ്യങ്ങൾക്ക് GDP വളർച്ച ഉണ്ടെങ്കിൽ ഈ വർഷം അവർ നേരത്തെ പ്രവചിച്ചിരുന്നത് 2.3% ആണ്. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ അവസ്ഥ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫ്ലെയർ അപ്പ് മൂലം സംഭവിക്കുന്നത് 0-യിലേക്ക് പോകും ഗ്രോത്ത്, GDP ഗ്രോത്ത്. അത് സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചോളം ഇവിടെ വേണ്ടത് സുസ്ഥിരതയാണ്. അപ്പം ഇറാന്റെ കയ്യിൽ ഇത് ഏറ്റവും വലിയ മാരകമായ ഒരു ആയുധമായിട്ട് ഹോർമൂസ് സ്ട്രെയിറ്റ് മാറിയിരിക്കുകയാണ്. ഇന്ന് ലോക സമ്പദ്ഘടനയുടെ തന്നെ ഏറ്റവും ഒരു മോസ്റ്റ് ഡേഞ്ചറസ് ഫോൾട്ട് ലൈൻ എന്ന് പറയാവുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആണ്. അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം ഞെട്ടിവിറയ്ക്കും. ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ തന്നെ വലിയ ഒരു അനിശ്ചിതത്തിലേക്ക് നീങ്ങുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് നിങ്ങൾക്കെല്ലാം ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അവരെ സംബന്ധിച്ചുള്ള അവരുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസവും ഇവിടെയുള്ള ബിസിനസ് രംഗമാണ്. അപ്പോൾ ഇവിടെ ഇറാന്റെ കയ്യിൽ നിന്നൊരു പടക്കം വീണ് കഴിഞ്ഞാൽ ലോകത്തു നിന്നുള്ള നിക്ഷേപകർ ഇങ്ങോട്ട് വരുത്തില്ല. ഇവിടെ പലരും പലായനം ചെയ്തു കഴിഞ്ഞു. ഇനിയും അവരുടെ ഒരു വീണ്ടും അവർക്ക് തിരിച്ചു വേണ്ട എന്താണ് ആ പഴയ കോൺഫിഡൻസും സ്റ്റെബിലിറ്റി എന്നുള്ള പണ്ട് ഇതിന്റെ ഹോൾമാർക്ക് ഗൾഫ് രാജ്യങ്ങൾ ആഗോള നിക്ഷേപകരെ ആകർഷിച്ചുകൊണ്ടിരുന്നതാണ്. ലോകത്തിലെ ഏറ്റവും സമാധാനപരമായിട്ടും സുരക്ഷയുള്ള രാജ്യവും സ്റ്റെബിലിറ്റിയുള്ള ഒരു എക്കോണമിയും ഈ റീജിയനാണെന്ന് പറയുന്നുണ്ട്. ഇന്ന് അതെല്ലാം ആ ഫണ്ടമെന്റൽ ആയിട്ട് അവർ കൊടുത്തിരുന്ന ഫണ്ടമെന്റൽ മാർക്കറ്റിംഗ് ഐഡിയാസ് എല്ലാം തകർന്ന് തരിപ്പണമായി ഇന്ന് ഏറ്റവും കൂടുതൽ ദുർബലമായ രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ നടന്നത് സീസ് ഫയർ എന്ന് പറഞ്ഞ താൽക്കാലികമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുവരെയൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഒരു തരത്തിലുള്ള ട്രാൻസാക്ഷണൽ ഡിഎസ്കലേഷൻ ആയിരുന്നു. കുറച്ച് നാളെ നിന്നു. പക്ഷേ ഈ രീതിയിലുള്ള മിസ്ട്രസ്റ്റ് അവർ തമ്മിലുള്ള ഇറാനും US-ഉം ഇസ്രായേലും തമ്മിലുള്ള മിസ്ട്രസ്റ്റ് ഇതേപോലെ നിൽക്കുന്നിടത്തോളം കാലം ഇത് ഒരു കാരണത്താൽ ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകത്തില്ല. ഓക്കെ, ഇപ്പം ഒരു വെടിനിർത്തൽ ധാരണയുണ്ടായി. ഏത് സമയത്ത് ഇറ്റ്സ് വെരി ഫ്രാജൈൽ. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നേരത്തെ നമ്മുടെ പാനലിൽ സൂചിപ്പിച്ച പോലെ ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് വേറെ യാതൊരു വേറെ ഒരു അവരുടെ വലിയ മാരകമായ വേറെ ആയുധങ്ങളൊന്നുമില്ല. ഏറ്റവും മാരകമായ ആയുധമായിട്ട് അവർ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് മാറാൻ കഴിയത്തില്ല. അപ്പം US-നെ സംബന്ധിച്ചോളം ഫ്രീ നാവിഗേഷൻ ടു സ്റ്റേറ്റ് ഓഫ് ഹോർമസ് ഇസ് നോൺ നെഗോഷിയബിൾ ആണ്. അത് നെഗോഷിയേറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പഴയതുപോലെ അത് നടത്തണം. പക്ഷെ ഇറാന് കിട്ടിയ ഒരു പുതിയ ഒരു കച്ചിത്തുരുമ്പായിട്ട് അവർ കരുതുകയും അപ്പോൾ ഇനി താൽക്കാലികമായിട്ട് ഒരു വെടിനിർത്തൽ വന്നോട്ടെ, അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തില്ല. അത് ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, കപ്പൽ ഗതാഗതം പൂർണ്ണമായ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ പരിരക്ഷ വേണം. അതൊരിക്കലും കിട്ടത്തില്ല. വാർ റിസ്ക് പ്രീമിയം വളരെ കൂടി. അപ്പം ഇതുമൂലം ഇനി ഇപ്പം കുറച്ച് മാസങ്ങളിലേക്ക് ഇനി ഇപ്പം നാളെ ഇറാൻ പറയുകയാണ് പശ്ചാത്തപിച്ച് കീഴടങ്ങിയെന്ന് പറഞ്ഞാൽ പോലും അത് മാസങ്ങളെടുക്കും പൂർവ്വസ്ഥിതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇപ്പം ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് താങ്കൾ ചോദിച്ച ചോദ്യം ഇതാണ്. ഗൾഫ് രാജ്യങ്ങൾ വളരെയേറെ ആശങ്കയുടെ വളരെ മുൻപിലാണ്. കാരണം ഈ 1.5 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ഉണർവിൻ്റെ ഒരു സമയമാണ്. അത് ഇനി ഇപ്പം നീണ്ടുപോവുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ
ഇവിടെയുള്ള പല ആക്ടിവിറ്റീസും നിശ്ചലമാകും. ഇവിടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് റോ മെറ്റീരിയൽസ് ഇല്ല, ബാക്കിയുള്ള കമ്മോഡിറ്റീസ് ഇല്ല, എല്ലാം വരുന്ന അപ്പോൾ ആ ഒരു ഫസ്റ്റ് എന്തുകൊണ്ടാകുന്ന എന്താണ് ഈ സപ്ലൈ ഒരു ഷോക്ക് ഉണ്ടാകുന്നു, സപ്ലൈ ഷോക്ക് ഉണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലായിട്ടുള്ള കമ്മോഡിറ്റീസും കാര്യങ്ങളും പോകുന്നില്ല, എണ്ണ വാതകങ്ങളും അങ്ങോട്ട് കയറ്റി അയക്കാനൊക്കത്തില്ല. രണ്ടാമത് കാണുന്ന ഫൈനാൻഷ്യൽ ഷോക്കാണ്. ഫൈനാൻഷ്യൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ബിസിനസ് രംഗം, നിക്ഷേപകർ ആരും ഇങ്ങോട്ട് വരുന്നില്ല. റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ഇതിനെല്ലാം നേരത്തെ ഉണ്ടായ ഈ ആഘാതം ഇപ്പം തീരുമെന്ന് വിചാരിച്ചിരുന്നു. അത് വീണ്ടും നീണ്ടുപോവുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല. എക്കണോമിക് പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉണ്ട്, അതൊരു ഭാഗം, അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കും സമാനമായ നിലയിലുള്ള ആശങ്കയുണ്ട്. അതിനും അപ്പുറം ജീവനും സ്വത്തിനും അപായം എന്ന ഒരു ഭീതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നുണ്ടോ? ഇന്നൊക്കെ വളരെ ശക്തമായ ആക്രമണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇതുവരെ നമ്മൾ കണ്ട നിലയിലല്ലാതെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ആഘാതങ്ങൾ പ്രതീക്ഷിക്കേണ്ടേ ഗൾഫ് മേഖലയിൽ? ഇവിടുത്തെ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വേൾഡ് ക്ലാസ് ആണ്. ഇതുവരെ ഇവിടെ അപായങ്ങളുണ്ടായി വളരെ കുറച്ച്, വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നലെ ഇന്നുമായിട്ട് നടന്ന ഒരുപാട് മിസൈൽ ആക്രമണങ്ങളൊന്നും ഞങ്ങളാരും അറിഞ്ഞിട്ട് പോലുമില്ല. പണ്ടൊക്കെ ഒന്ന് അലേർട്ട് പോലും ചെയ്യുമായിരുന്നു, ഇപ്പം അതുപോലും ഇല്ല. ആ രീതിയിലുള്ള സുസജ്ജമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഡിഫൻസ് സംവിധാനമാണ് ഇവിടെയുള്ളതുകൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ഭീതി ഉണ്ട്. ആ ഭീതിയുടെ നേരിലല്ല ഞങ്ങളാരും ജീവിക്കുന്നത്, ഇപ്പം ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ജീവൻ്റെ പ്രശ്നത്തിലല്ല, ആൾക്കാർക്ക് ജീവനിൽ അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം അത്രമാത്രമുള്ള വലിയ ഡിഫൻസ് സിസ്റ്റം, മിസൈൽ സിസ്റ്റം ഇവിടെയുണ്ട്, പലതരത്തിലുള്ള തിരുത്തലുണ്ട്. ഏറ്റവും കൂടുതൽ അതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ലോങ് ടേം ഇംപ്ലിക്കേഷൻസും ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സാമ്പത്തിക രംഗത്തുള്ള മാന്ദ്യതയാണ്. അത് മൂലം ഉണ്ടാകുന്ന തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഒരുപാട് പേരുടെ തൊഴിലാളികൾ വീണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ആൾക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട്. ജീവനുള്ള അപായമല്ല. ഇപ്പോൾ ജീവനുള്ള അപായം ഏറ്റവും വലിയ പണക്കാർക്കാണ്. അവരെല്ലാം ഇവിടെ വിട്ടു പോയി കഴിഞ്ഞു. ഇവിടെ വന്നിട്ടുള്ള പിന്നെ റിച്ച് ആയിട്ടുള്ള നിക്ഷേപകരെല്ലാം യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ അവർ വിട്ട് അവരുടെ ഇവിടുത്തെയുള്ള പാർപ്പിടങ്ങളൊക്കെ അതേപോലെ ആക്കിയിട്ട് അവർ പോയി കഴിഞ്ഞു. അവർ പലായനം ചെയ്ത് അവർ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം വരണം, ഇവിടെ ഉണ്ടാകണം. പക്ഷേ പൂർണ്ണമായിട്ടും വിശ്വാസം എങ്ങനെ വരുത്താൻ ഒക്കും? അതിന് പൂർണ്ണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇറാനെ അതിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മുന്നിൽ ഒരു തോക്ക് നീട്ടിക്കൊണ്ട് അതിനെ ഭീഷണിപ്പെടുത്തി അവരെ ഒരിക്കലും അടക്കാനൊക്കാത്തൊരു സമൂഹമാണ്. അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പ്രത്യേകിച്ച് അവരുടെ ആത്മാഭിമാനത്തിന് ഏറ്റിട്ടുള്ള മുറിവ് ഒരിക്കലും ഉണക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അയത്തുള്ള മുജ്തബ ഖമേനി പറഞ്ഞത് എന്താണ്? പ്രതികാരം ഞങ്ങളുടെ ഇച്ഛയാണ്, ഞങ്ങളുടെ ഇച്ഛാശക്തിയാണ്, ഞങ്ങളത് ചെയ്ത് ഇരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അതൊരു ഒരു ഭീഷണിയായിട്ടൊന്നുമല്ല പറഞ്ഞത്, അവരുടെ ആത്മാഭിമാനത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് അവർ കാണിച്ചത്. അതിൽ നിന്ന് അവർ മാറി നിൽക്കത്തില്ല. അതുകൊണ്ട് അതിന് സ്ഥായിയായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ അവർക്കെതിരെ പ്രഹരമേൽപ്പിച്ച ആൾക്കാരിൽ നിന്നുണ്ടാകണം. അതുണ്ടായി അവരെ മെരുക്കിയെടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. പറ്റണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ത്യാഗങ്ങൾ രണ്ടു കൂട്ടരും എടുക്കണം. അല്ല അവരെ ഒരു ഭീഷണിയുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇപ്പം വെടി നിർത്തിക്കോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാം നശിച്ചു കഴിഞ്ഞാണ്, ഇനിയൊന്നും നശിക്കാനില്ല, ഞങ്ങൾ പിടിച്ചു നിൽക്കും. അത് പിടിച്ചു നിൽക്കാനുള്ള കരുത്തും ഇച്ഛാശക്തി അവർക്കുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് ശരി. ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഈ ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികനെ കാണാതായിട്ടുണ്ട്. ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് അതിനെതിരെ അപലപിച്ചത്. ഇന്ന് നടക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ച് മറ്റു രാഷ്ട്രങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ലെബനൻ, ഒപ്പം തന്നെ ഖത്തർ, ജോർദാൻ, ബഹ്റൈൻ, ഇവരൊക്കെയും ശക്തമായ ഭാഷയിലാണ് ഈ ആക്രമണത്തെ അപലപിക്കുന്നത്. നമുക്കറിയാം ഗൾഫ് മേഖലയിൽ എത്രയും വേഗം സമാധാനം തിരിച്ചു വരണമെന്നതാണ് ആഗ്രഹിക്കുന്നത്. ഒമാന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ അതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള നീക്കമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംസ്കാര ചടങ്ങുകൾ നടത്താൻ അവർ കാത്തിരുന്നു. 4 മാസം കാത്തിരുന്നതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതൊക്കെയും സമാധാനത്തിലേക്ക് വഴി തുറക്കുമെന്ന് നമ്മൾ കരുതുന്ന ഘട്ടത്തിലാണ് വലിയ പ്രകോപനം ഉണ്ടാകുന്നത്. അപ്പോൾ മേഖലയിൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടാൻ കൂടി ഈ സാഹചര്യങ്ങൾ ഇടവെക്കില്ലേ? ഗൾഫ് രാഷ്ട്രങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ ഈ ഇപ്പോൾ നടക്കുന്ന ഇറാന്റെ ഈ പ്രത്യാക്രമണത്തിനെതിരെ രംഗത്ത് വരുന്നതൊക്കെയും അതിന്റെ സൂചനകൾ കൂടിയല്ലേ നൽകുന്നത്? അല്ല, തീർച്ചയായിട്ടും ഹോർമുസ് കടലിടുക്കിലൂടെ വരുന്ന കപ്പലുകൾക്കെതിരെ നടത്തുന്ന ആക്രമണത്തെ രാജ്യങ്ങൾ വിമർശിക്കുക തന്നെ വേണം.
കാരണം കാരണം ഓരോ രാജ്യങ്ങളുടെയും എനർജി സെക്യൂരിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിശക്തമായി പിന്നെ പ്രതികരിക്കും. ഇതിനു മുൻപും നമ്മൾ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രേണുക, ഈ യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ തിരിച്ചറിവ്? അവർ ഇതുവരെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അകറ്റി നിർത്തുകയാണ് ചെയ്തിരുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പറയാ സ്റ്റേറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് പറയുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇറാനും പിന്നെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുണ്ടായ സംഘട്ടനത്തിന്റെ ഫലമായിട്ട് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പാഠം, ഇറാനെ അകറ്റി നിർത്തുന്നതിനേക്കാൾ നല്ലത് ഇറാനുമായി അടുത്ത് നിൽക്കുന്നതാണ്. ഇറാനുമായി അടുത്തുകൊണ്ട് പിന്നെ അവരുമായി സഹകരിച്ച് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ആ കൂട്ടായ്മയിലേക്ക് ഇറാനെ ക്ഷണിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് സംഘർഷമില്ല, നമുക്ക് സമാധാനപരമായിട്ട് പോകാൻ കഴിയും എന്ന തിരിച്ചറിവ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് UAE ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുകയും അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചു. ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചു. സൗദി അറേബ്യ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചു. അതായത് ഈ രാജ്യങ്ങൾ വ്യക്തിപരമായി ബൈലാറ്ററൽ ആയിട്ട് ഇറാനുമായി സംസാരിച്ച് ഞങ്ങൾ നിങ്ങൾ ഇനി ആക്രമിക്കരുത്, ഞങ്ങൾ നിങ്ങളുമായിട്ട് സഹകരിച്ചു പോകാൻ തയ്യാറാണ്, ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറാണ്. അത്തരമൊരു സൂചനയുടെ ഫലമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ $300 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്, പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, പിന്നെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഇറാനിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിച്ചത്. മനസ്സിലല്ലേ? എന്ന് പറഞ്ഞാൽ ദേ ആർ റെഡി ടു ഇൻവെസ്റ്റ് ഇൻ ഇറാൻ. മനസ്സിലായില്ലേ? അവര് കാരണം വെച്ചാൽ അങ്ങനെ ഒരു എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവർക്ക് മനസ്സിലായി, ഈ യുദ്ധത്തിലൂടെ അവർക്ക് മനസ്സിലായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെ പൂർണ്ണമായും നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് സുരക്ഷ ലഭിക്കുകയില്ല. കാരണം ഈ പറഞ്ഞ 3-4 മാസം നടന്ന യുദ്ധത്തിന്റെ ഫലമായിട്ട് ഏറ്റവും അധികം, അതായത് ഈ ഇറാനെ പോലെ തന്നെ അല്ലെങ്കിൽ പോലും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ റാസ് ലഫാൻ എന്ന് പറയുന്ന ഖത്തറിന്റെ ഗ്യാസ് കേന്ദ്രത്തിൽ ആക്രമണം നടത്തി, പിന്നെ ബഹ്റൈനിൽ ആക്രമണം നടത്തി, ഖത്തറിൽ ആക്രമണം നടത്തി, ഒമാനിൽ ആക്രമണം നടത്തി, സൗദി അറേബ്യയിൽ പോലും ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളുടെ എല്ലാം ഫലമായിട്ട് എന്താ സംഭവിച്ചത്? അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഭയങ്കരമായി നശിച്ചു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, ഈ രാജ്യങ്ങളിലെല്ലാമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വളരെ വലിയ നാശമാണ് ഉണ്ടായത്. അതൊക്കെ ഈ വളരെ സെൻസർ ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ലോകം അറിയുന്നില്ല. വളരെ വലിയ നാശമാണ് പിന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ഈ സൈനിക താവളങ്ങൾക്കുണ്ടായത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും തകർത്തരിപ്പണമായി. ഇനിയും ഒരു യുദ്ധമുണ്ടായാൽ തീർച്ചയായിട്ടും അത് കൂടത്തേ ഉള്ളൂ എന്നാണ് അവരുടെ ചിന്ത. ശരിയുമാണ്. അപ്പൊ അതുകൊണ്ട് 2 കാര്യങ്ങളാണ് അവർ തിരിച്ചറിഞ്ഞത്. ഒന്ന്, ഈ അമേരിക്കൻ സെക്യൂരിറ്റി അംബ്രലയുടെ കീഴിൽ നമുക്ക് സുരക്ഷ ലഭിക്കില്ല എന്ന് മാത്രമല്ല, യുദ്ധം നടന്ന സന്ദർഭത്തിൽ അമേരിക്ക സംരക്ഷിച്ചത് ഇസ്രായേലിനെ മാത്രമാണ്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഒന്നും സംരക്ഷിച്ചില്ല. അപ്പൊ അങ്ങനെ ഉള്ളൊരു ഒരു സാഹചര്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം കഴിയുമ്പോൾ ഉണ്ടാകുന്ന പശ്ചിമേഷ്യയിലെ ജിയോ പൊളിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ഈ സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ട കാര്യം, ഈ രാജ്യങ്ങളെല്ലാം ഈ ചൈനയുമായി കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ചൈന ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി മാറും, റഷ്യ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ശക്തിയായി മാറും. അപ്പൊ ഇങ്ങനെ, അതായത് അമേരിക്ക ദുർബലമാവുകയും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അവരുടെ ഒരു അസ്തിത്വത്തെ തിരിച്ചറിയുകയും ഇറാനെ ശത്രുപക്ഷത്തേക്ക് നിർത്തുകയല്ല, ഇറാനെ അവരുടെ കൂടെ നിർത്തിക്കൊണ്ട് ഈ പശ്ചിമേഷ്യയിലെ സമാധാനം ഉറപ്പാക്കാൻ കഴിയും എന്ന തിരിച്ചറിവിലേക്ക് രാജ്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്കൊപ്പം ശ്രീ PJ വിൻസെന്റ് കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ PJ വിൻസെന്റ്, പശ്ചിമേഷ്യൻ സാഹചര്യം ആകെ മാറി മറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ആശങ്ക ഉണരുന്ന നിമിഷങ്ങളാണ്. താങ്കൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ നോക്കിക്കാണുന്നത്? ഇപ്പോഴുണ്ടായിരുന്ന MOU ഇനി നിലവിലില്ല എന്നത് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ ഒന്നേന്ന് തുടങ്ങേണ്ടി വരുമോ? അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അതോ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകളാണോ ഉള്ളത്? അതിനാണോ ഇറാനും അമേരിക്കയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇത് യുദ്ധവും സമാധാനവും ഇല്ലാത്ത ഒരവസ്ഥയിൽ കുറെ കാലത്തേക്കെങ്കിലും പശ്ചിമേഷ്യൻ സംഘർഷം തുടരും എന്ന് നേരത്തെ നിരീക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് താൽക്കാലിക സംഘർഷത്തിന് ഒരു ഇടവേള നൽകി എന്ന് മാത്രമേ കാണുന്നുള്ളൂ. സ്ഥിരമായിട്ട് പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, ഒരു സമാധാന പ്രക്രിയ തുടങ്ങി എന്നതിനപ്പുറത്തേക്ക് വലിയൊരു പ്രാധാന്യം അതിനില്ലതാനും. പ്രധാനപ്പെട്ട വിഷയം ഹോർമൂസ് തുറക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഹോർമൂസ് തുറക്കേണ്ടുന്നത് അമേരിക്ക
ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ താല്പര്യത്തിനപ്പുറത്തേക്ക് ലോകത്തിന്റെ താല്പര്യമായി മാറിയല്ലോ. അപ്പോൾ ഇന്റർനാഷണൽ സപ്ലൈ ചെയിനിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണത്. ആ സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് എനർജി സെക്യൂരിറ്റിയെയും ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ എനർജി സെക്യൂരിറ്റിയെയും ബാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അത് ഈ ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽപാതയായി നിലനിർത്തുക എന്നുള്ള ഒരു കാര്യത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അത് പക്ഷെ ഇപ്പോഴും അതിനുശേഷവും ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണങ്ങൾ ഒരു പരിധിവരെ തുടർന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. മാത്രവുമല്ല, കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവിന്റെ സ്വസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഡെത്ത് ടു ട്രംപ് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നതും അമേരിക്കൻ പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എങ്കിലും ഈ സംഘർഷം കൂടുതൽ നീണ്ടു നിൽക്കുമോ എന്ന് പറയാൻ സാധിക്കില്ല. ഒരു ഓൾ ഔട്ട് വാർ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. അതേസമയം ഈ സംഘർഷ മേഖല ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന സംഘർഷ മേഖലയും ആ സംഘർഷവും കുറച്ച് കാലത്തേക്ക് നീണ്ടു നിൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വലിയ രൂപത്തിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പരസ്പരം ഏറ്റുമുട്ടുകയും സംഘർഷം തുടരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണം ജിയോ പൊളിറ്റിക്സ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ സാമ്പത്തിക താല്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രത്യയശാസ്ത്രപരമായ നിലപാടും. 1979 ഇറാനിയൻ വിപ്ലവം വരെ ഈ രാജ്യങ്ങളെല്ലാം ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ സഖ്യശക്തികളായിരുന്നു. പശ്ചിമേഷ്യയിലെ ഒരു സഖ്യം എന്നത് ഒരു ഭാഗത്ത് ഗൾഫിലെ സാമ്പ്രദായിക ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന ഗൾഫിലെ സമ്പന്ന രാഷ്ട്രങ്ങൾ, അതുപോലെ അമേരിക്കനൈസേഷന് വിധേയമായിട്ടുള്ള ഇറാൻ, ഇസ്രായേൽ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഐക്യനിരയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഈ കാലത്ത് നിലനിന്നിരുന്നത്. എന്നാൽ 1979 വിപ്ലവാനന്തരം ഉണ്ടായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ മാറ്റം ഗൾഫിലെ രാജ്യങ്ങളുടെ നിലനിൽപ്പിന് മാരകമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇസ്ലാമിക റവല്യൂഷൻ എന്നുള്ള സങ്കല്പം ഇസ്ലാമിക് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ, ഇസ്ലാമിക പ്രത്യയശാസ്ത്രം അതിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അത് ഒരു രാജാധിപത്യത്തെയോ അമീറുമാരുടെ ഭരണത്തെയോ അംഗീകരിക്കുന്നില്ല. അവിടെ കിങ്ഡം ഓഫ് സൗദി അറേബ്യയാണ്, മറ്റതെല്ലാം എമിറേറ്റുകളാണ്. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അത് 1911 അറബ് വസന്തത്തിലും ബഹ്റൈനിലടക്കം വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടായി. അവിടെ അവർ ആവശ്യപ്പെട്ടത് ഈ ഭരണകൂടം അനിസ്ലാമികമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അമിറേറ്റുകളും കിങ്ഡം രാജാധിപത്യവും അനിസ്ലാമികമാണ് എന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിയുറച്ച നിലപാടാണ്. അത് ഇസ്ലാമികമായ നിലപാട് കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ അത് ഷിയ പൊളിറ്റിക്കൽ ഇസ്ലാം ആണെങ്കിലും സുന്നി പൊളിറ്റിക്കൽ ഇസ്ലാം ആണെങ്കിലും അത് ഒരു ഇസ്ലാമിക ക്രമത്തെയാണ് അംഗീകരിക്കുന്നത്. അവിടെ രാജാധിപത്യത്തിനോ അമീറുമാരുടെ ഭരണത്തിനോ ഇടമില്ല. ഈ പ്രത്യയശാസ്ത്ര സംഘർഷമാണ് ഇന്ന് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അവിടെ ഇടപെടാനും ഈ രാജ്യങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുവാനും സഹായിക്കുന്ന പ്രത്യയശാസ്ത്ര പരിസരം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സംഘർഷത്തിന് ഒരു പ്രത്യയശാസ്ത്ര തലവും കൂടി ലഭിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ ഷിയ സുന്നി സംഘർഷത്തിന്റെ മേഖലയിൽ അവർ ഐക്യപ്പെടണം. മറ്റൊന്ന്, ഈ രാജാധിപത്യം ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിൽ പ്രത്യയശാസ്ത്രപരമായി അവർ ഐക്യപ്പെടണം. ഇത് രണ്ടിനും സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു പക്ഷേ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വലിയ സംഘർഷത്തിന്റെ ചരിത്രമുള്ള പ്രത്യയശാസ്ത്ര വിടവാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു പരിഹാരം ഉണ്ടാവില്ല. സാമ്പത്തിക കാരണങ്ങളാലോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിന്റെ വടംവലിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥിര സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതേസമയം നിരന്തരം യുദ്ധം ചെയ്യുന്നത് ഇരു കൂട്ടരുടെയും നാശത്തിനെ കാരണമാകൂ എന്ന തിരിച്ചറിവും ഈ രാജ്യങ്ങൾക്കുണ്ട്. അത് ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, ഇറാനും ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക സംരക്ഷണം നൽകിയാലും തങ്ങൾ പൂർണ്ണ സുരക്ഷിതരായിരിക്കില്ല എന്ന തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു സൈനിക സഖ്യം ഒപ്പിട്ടതിന്റെ പശ്ചാത്തലം പോലും അതാണ്.
അത് സുന്നി പാകിസ്ഥാനും സുന്നി സൗദി അറേബ്യയും ഷിയ ഇറാനെതിരെ ഐക്യപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് അവിടെ വരുന്നത്. അപ്പം ഇത്തരം ഘടകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പരസ്പരം യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാകുക. സ്വയം എല്ലാവരും നശിക്കുക എന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങുക എന്ന തിരിച്ചറിവ് അവർക്കുമുണ്ട്, ഒരു പരിധിവരെ അമേരിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ട് ഈ സംഘർഷം അധികകാലം നീണ്ടു നിൽക്കില്ല, സമാധാന പ്രക്രിയയിലേക്ക് തന്നെ കാര്യങ്ങൾ വരും എന്നുള്ള താൽക്കാലിക സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ദയവായി തുടരുക. ശ്രീ ഐസക് ജോൺ, നോക്കൂ, ഇവിടെ ഇപ്പോ ഒമാനിലാണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഉള്ളത്. അബ്ബാസ് അഗ്രച്ചി അവിടെ ചർച്ചകൾക്കായി എത്തിയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ ഹോർമുസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഏറ്റുമുട്ടലിന്റെ സാഹചര്യം നേരത്തെ പി ജെ വിൻസെന്റ് തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് താൽക്കാലികമായിട്ടെങ്കിലും മാറാനുള്ള സാധ്യതകൾ താങ്കൾ കാണുന്നുണ്ടോ? അതിൽ ഈ ഒമാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണോ താങ്കൾ കരുതുന്നത്? ഒപ്പം തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വലിയ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് പോയതിനു ശേഷം ട്രംപ് തന്നെ സ്വമേധയാ ഞങ്ങൾ വെടിനിർത്തുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ദാ പിന്നോട്ട് പോകുന്നു, അവർ അംഗീകരിച്ചു. കളവിനോടൊപ്പം ചേർത്തായാലും അത്തരം വിഡ്രോവൽ സിൻഡ്രം കാണിക്കാറുണ്ട് ട്രംപ്. അപ്പോൾ അങ്ങനെ ഒരു താൽക്കാലിക സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ഒരു പ്രതീക്ഷയാണോ ഉള്ളത് ഗൾഫ് മേഖലയിൽ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അത് ഇതിനകത്തുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഏറ്റവും വലിയ ആവശ്യമാണ്. അത് പറയുന്ന അവർക്കിവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം, ഇസ്രായേലിനായാലും ഇറാനായാലും ഗൾഫ് രാജ്യങ്ങൾക്കായാലും US-നായാലും അവരുടെ എല്ലാത്തിൻ്റെയും, ഇപ്പം US-ലാണെങ്കിൽ ഈ രീതിയിലുള്ള വിലക്കയറ്റം ഇങ്ങനെ തുടരുകയാണെങ്കിൽ, പിടിച്ചാൽ നിൽക്കാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ, എണ്ണവില കൂടുകയാണെങ്കിൽ ട്രംപിന് ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിക്കാൻ പോകുന്നത് ഇലക്ഷൻ വരികയാണ്, മിഡ് ടൈം ഇലക്ഷൻ വരികയാണ്. ഗൾഫ് രാജ്യങ്ങൾക്കാണെങ്കിൽ ഈ രീതിയിലുള്ള സ്ഥിതി അനിശ്ചിതാവസ്ഥ തുടങ്ങുകയാണെങ്കിൽ, പ്രൊലോങ്ഡ് ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് താങ്ങാനൊക്കത്തില്ല. എത്രമാത്രം സോവറിൻ വെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ, അവരുടെ ഈ ഇപ്പോഴത്തെ സസ്റ്റെയിൻ ചെയ്യുന്ന പോട്ടെ, ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പോലും അവർക്ക് കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരുടെ ഉള്ളിൽ ഈ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു പെർമനന്റ് പീസ് ഉണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. ആസ് ലോങ് ആസ് the mindset of the Iranian people couldn't be changed. അത് സാധ്യമല്ല. അത് ഇറ്റ് ഈസ് ഇൻഗ്രെയിൻഡ് ഇൻ ദം. ഈ ഒരു ഡോക്ട്രിൻ അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തത് എന്താണ്? ഇത് ഹേറ്റഡ് ടുവേർഡ്സ് US, ഹേറ്റഡ് ടുവേർഡ്സ് ഇസ്രായേൽ ആൻഡ് ടു ദ ഗൾഫ് അലൈസ്. ഇവിടെയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം നേരത്തെ എൻ്റെ പാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ ബാക്കിയുള്ളതെല്ലാം ഇസ്ലാമിക് വിരുദ്ധമാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറാനെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും പോകാനൊക്കത്തില്ല. പിന്നെ തന്ത്രപ്രധാനമായ രീതിയിൽ ഒരു സ്ട്രാറ്റജിക് വേയിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക്, ഇവിടുത്തെ ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് അവരെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം തൽക്കാലത്ത് ഉദാഹരണത്തിന് യുദ്ധശമനം ഉണ്ടായി. ഒരു ചെറിയ ഡ്രോൺ അറ്റാക്ക് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഇറാൻ പറഞ്ഞിട്ടല്ല, ഇറാൻ്റെ അവിടെയുള്ള ഏതെങ്കിലും ഒരു 30 ഡിവിഷൻസ് ഓഫ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഉണ്ട്. അവിടുന്ന് അവരുടെ എല്ലാം മനസ്സിൽ വിങ്ങി നിൽക്കുന്ന ഈ പ്രതികാര വാഞ്ചയും ഇവരോടുള്ള ഒരു വിരോധമൊക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് സമാധാനപരമായിട്ട് പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ചെറിയ പടക്കം വിട്ടുന്നവർ വിട്ടു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. വീണ്ടും അവരെ തകർക്കാനായിട്ട് US പുറപ്പെടും. അത് ടിറ്റ് ഫോർ ടാറ്റ്, അത് ഇതുപോലെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ വരും. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട ചില ഗൾഫ് രാജ്യങ്ങൾ പോലും ഇതിനകത്ത് ചെറുതായിട്ട് പങ്കെടുത്തു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത്. കാരണം ഇന്ന് ഇറാനിൽ ഒരുപാട് ആക്രമണം ഉണ്ടായി. അതിൽ ചിലതിൻ്റെ സോഴ്സ് എന്താണെന്ന് ഇറാന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നതാണെന്ന് വരെ സംശയിക്കുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും ഒരു എസ്കലേഷനിലേക്ക് വരും. പക്ഷേ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ട്രാൻസാക്ഷണൽ ഡി എസ്കലേഷൻ, തൽക്കാലം തങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് ഡി എസ്കലേറ്റ് ചെയ്യാനും ഉള്ള ഒരു രീതിയിലാണ് എല്ലാ രാജ്യങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് നിൽക്കുന്നത്. കാരണം വളരെ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഈ 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലത്തെ അവസ്ഥ ആലോചിക്കാൻ കഴിയത്തില്ല. ഇപ്പം തന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ഇത്രയും നാൾ ഉണ്ടായിട്ട് പിടിച്ചു നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കൊണ്ടും ഫുഡ് സെക്യൂരിറ്റി നേരത്തെ അതിനുവേണ്ടിയുള്ള കരുതലൊക്കെ ഉള്ളതുകൊണ്ടാണ്. കുറച്ച് നാളും കൊണ്ട് ഇതേപോലെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ
ഇവിടുത്തെ ജീവിതം, സാധാരണ ജീവിതം, ഈ ബോംബിനേക്കായാലും മിസൈൽ അറ്റാക്കിനേക്കാളും ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജീവിതം തന്നെ ദിവസവുമായി ആൾക്കാർക്ക് ജോലിയില്ല. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഒരുപാട് പേര് നാട്ടിലേക്കൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ആ അവസ്ഥ തുടരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇറാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എണ്ണ കയറ്റുമതി ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. ഈ ഗൾഫ് രാജ്യങ്ങൾക്കിടെ ആവശ്യം എന്താണ്? സുസ്ഥിരത ഇല്ലെങ്കിൽ പോലും അവർക്കൊന്ന് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ മതി. അവർക്ക് പഴയ രീതിയിൽ റിവൈവ് ചെയ്യേണ്ട. അപ്പം ഗോൾ പോസ്റ്റ് അവർ മാറ്റി. ആ റിവൈവലിൽ നിന്ന് ഇപ്പം ആ ഗോൾ പോസ്റ്റ് മാറ്റി എങ്ങനെ സർവൈവൽ പറഞ്ഞ ടു മെയിൻറ്റെയിൻ ദി സ്റ്റേറ്റ്, ഈ ഇപ്പോഴത്തെ അവസ്ഥ എങ്കിലും നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. US സംബന്ധിച്ചോട് ആവശ്യമാണ്, ഇസ്രായേലിനെ സംബന്ധിച്ചും ആവശ്യമാണ്. US ആൾറെഡി തന്നെ $130 ബില്യൺ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ചിലവായി കഴിഞ്ഞു. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് അതിനപ്പുറമാണ്. ഇറാൻ്റെ എന്ന് പറഞ്ഞാൽ കണക്കൂട്ടാൻ ഇൻകാൽക്കുലബിൾ ആയിട്ടുള്ള ലോസസ് ആണ് ഇറാൻ സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ഇറാൻ്റെ ഒരു $25,000 ഉള്ള ഒരു ഡ്രോണിനെ നശിപ്പിക്കാനായിട്ട് 5 മില്യൺ വിലയുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അവർ അതിന് കുറച്ചുകൂടെ വില കുറഞ്ഞ പല ആൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥ എല്ലാവരുടെയും ആവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് വീണ്ടും ഉണ്ടാകാം, അത് കഴിഞ്ഞ് അത് നിൽക്കും, വീണ്ടും പൊട്ടിപ്പുറപ്പെടാം. സോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ പെർമനന്റ് പീസ് എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അസാധ്യമായ കാര്യമാണ്. ശരി, ശാശ്വത സമാധാനം എന്തായാലും ഉടനൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ പോസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിനിപ്പോൾ പെട്ടെന്ന് ഒരു സമാധാനം എന്നത് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. നമുക്ക് കാത്തിരിക്കാം. ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇറാനിലെ സാഹചര്യങ്ങൾ എടുത്താൽ, ഇന്ന് നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുന്നു, വലിയ ആക്രമണമാണ് നടന്നത്. 140 ഇടങ്ങൾ ലക്ഷ്യമിട്ടു. നഗരപ്രദേശങ്ങൾ, ഏതാണ്ട് 5 പ്രോവിൻസ് ആക്രമിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ ശക്തമായ വ്യോമാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇറാനിൽ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനോടകം ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് ഭരണ നേതൃത്വത്തിൽ പോലും ആ ഒരു വിടവ് വളരെ പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. ഹാർഡ് ലൈനേഴ്സ് ഖമനയുടെ രക്തത്തിന് പകരം ചോദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ രീതിയിൽ തിരിച്ചടിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എക്കണോമിക് പ്രോസ്പെരിറ്റി വേണം, അല്ലെങ്കിൽ ആ ഭാഗത്ത് ഊന്നൽ നൽകണം, അതിന് സെറ്റിൽമെന്റ് വേണം എന്ന് അവകാശപ്പെടുന്ന മിതവാദികളുമുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര നാൾ ഇറാന് മുന്നോട്ട് പോവുക സാധ്യമാകും? ഹോർമുസിൽ ഉള്ള പിടി കൊണ്ട് മാത്രം ഈ ഗൾഫ് രാഷ്ട്രങ്ങളെയും മിസൈൽ മുനയിൽ നിർത്തി എത്ര നാൾ ചെറുത്തുനിൽപ്പ് ഇറാനെ സംബന്ധിച്ച് ഇനി സാധ്യമാകും? നമുക്ക് ഇവിടെ ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ പറഞ്ഞതുപോലെ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ ഭീകരമായ സാമ്പത്തികമായ തകർച്ചയെ നേരിടുന്നു. യുദ്ധത്തിന്റെ ഫലമായിട്ട് വളരെയധികം നാശനഷ്ടം ആ രാജ്യത്തിന് ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിലെ ആ മുറിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്രമണമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം, ഈ അവിടെ ഇറാനിൽ 2 തരത്തിലുള്ള അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് എന്ന് രേണുക പറഞ്ഞത് വളരെ ശരിയാണ്. ആരാണ് അതിന് കാരണക്കാർ? അതിന് കാരണക്കാരാരാണ്? ഈ 2 തരത്തിലുള്ള അഭിപ്രായം എങ്ങനെ അവിടെ വരാൻ സാഹചര്യമുണ്ടായി? ഈ തീവ്രവാദികളും സമാധാനവാദികളും അവിടെ എങ്ങനെ ഉണ്ടായി? നമ്മൾ കാണേണ്ട കാര്യം, പിന്നെ ഫെബ്രുവരി മാസം 28-ാം തീയതി നടന്ന ആക്രമണത്തിൽ അവർ ആദ്യം വധിച്ചത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമനേയാണ്. ഖമനയുടെ റോൾ എന്തായിരുന്നു അവിടെ? ഖമനയുടെ റോള് എപ്പോഴും ഈ ഇറാൻ ഭരണകൂടത്തിൽ സമാധാനവാദികൾ, സമാധാനവാദികളും തീവ്രവാദികളും ഉണ്ടായിട്ടുണ്ട്. IRGC എപ്പോഴും തീവ്രവാദ വിഭാഗത്തോടൊപ്പം നിൽക്കുന്നതാണ്. അതേസമയം അവിടുത്തെ പ്രസിഡന്റ് പോലെയുള്ള, ഇപ്പൊ സഷ്കാനെ പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ സമാധാനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നത്. ഈ 2 കൂട്ടരും തമ്മിൽ നിരന്തരമായ സംഘർഷം ഇറാന്റെ ഭരണവ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഇറാന്റെ ഭരണവ്യവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും, സുപ്രധാനങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ ഈ തീരുമാനത്തിൽ ഒരു കോൺസെൻസസ്, ഒരു സമവായത്തിലേക്ക് കൊണ്ടുവരാൻ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നയാളാണ് ഈ അന്തരിച്ച അല്ലെങ്കിൽ അമേരിക്ക ഒരു വധപ്പതിച്ച ഈ ഖമനൈ. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഖമനൈ മരിച്ചപ്പോ എന്താ സംഭവിച്ചത്? ഖമനൈ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ മകന്റെ പ്രാധാന്യം എന്താണ്? അദ്ദേഹത്തിന്റെ മകൻ ഈ മുസ്തഫ ഖമനൈ ഈ IRGCയുടെ ഭാഗമായി നിൽക്കുന്നയാളാണ്, ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ ആളാണ്. അതായത് ലാരിജാനിയെ വധിച്ചു. ലാരിജാനി ഇതുപോലെ കോൺസെൻസസിന്റെ ആളായിരുന്നു. അതായത് ആ ഭരണകൂട വ്യവസ്ഥയിൽ ഈ സമാധാനപരമായ ഒരു സഹവർത്തിത്വം അല്ലെങ്കിൽ ഈ ആക്രമണം ഇല്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന ആളുകൾ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു. ആരില്ലാതാക്കി? അമേരിക്ക ഇസ്രായേലും ചേർന്ന് ഇല്ലാതാക്കി. അപ്പൊ ആരാണ് ഉത്തരവാദി? അമേരിക്ക ഇസ്രായേലാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 2015 ആണവ കരാറുണ്ട്. ഒബാമ കൊണ്ടുവന്ന ആണവ കരാറാണ്. എന്താണ് ഒബാമ അങ്ങനെ ഒരു ആണവ കരാർ ഇറാനുമായിട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അവർ പറഞ്ഞു, അതായത് കേണൽ ഡഗ്ലസ് മഗ്രിഗോർ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സേനയിൽ പ്രവർത്തിച്ചിരുന്ന കേണൽ മഗ്രിഗോർ പറയുന്ന കാര്യമുണ്ട്. അമേരിക്കയുടെ ട്രംപ് മനസ്സിലാക്കാതെ പോയ കാര്യം, ഈ എത്ര ശക്തമായ ആയുധമുള്ള രാജ്യമാണെങ്കിലും ആ ആയുധങ്ങൾക്കൊരു പരിമിതി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഇല്ലാതാക്കാൻ കഴിയത്തില്ല പൂർണ്ണമായും. അപ്പൊ അങ്ങനെയുള്ള ആ പരിമിതി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ട്രംപിന്. എന്നാൽ ആ പരിമിതി ഒബാമ മനസ്സിലാക്കി. ആ പരിമിതി ഒബാമ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒബാമ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും എന്നുള്ള ഭീഷണിയുടെ മുനമ്പിൽ നിർത്തിക്കൊണ്ടാണ് 2-2.5 വർഷക്കാലം നടന്ന ചർച്ചകളുടെ ഫലമായിട്ട് 2015 ഇറാൻ ആണവ കരാർ ഒപ്പിട്ടത്. ആ ഇറാൻ ആണവ കരാർ ഒപ്പിട്ടത് എങ്ങനെയാ? ഇറാൻ ആണവ കരാറിൽ ഒപ്പിടുന്നതിന് ആരാ നേതൃത്വം കൊടുത്തത്? ജോൺ കെറി എന്ന് പറയുന്ന ഈ അമേരിക്കയുടെ ഏറ്റവും ഡിപ്ലോമാറ്റിക് സർവീസിൽ എക്സ്പീരിയൻസ് ഉള്ള ജോൺ കെറി, വെൻഡി ഷെർമാൻ എന്ന് പറയുന്ന ഡിപ്ലോമാറ്റിക് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾ, അവര് ആ ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ സമാധാനം ഉണ്ടാവുന്നില്ലെന്ന കാര്യം ഞാൻ പറഞ്ഞു. അവർ ഈ ചർച്ചകൾ നടക്കുമ്പോൾ അവര് അമേരിക്കൻ പാർലമെന്റ് അംഗങ്ങളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അമേരിക്കയുടെ രണ്ട് ബൈപാർട്ടിസൺ കോൺസെൻസസ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും പാർലമെന്റ് അംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. കാരണം എന്താ? ഒരു കരാർ ഉണ്ടാക്കി ഈ കരാറുമായിട്ട് അമേരിക്കൻ പാർലമെന്റ് ചെല്ലുമ്പോൾ അവരെടുത്ത് ഇത് വെള്ളത്തിൽ കളഞ്ഞാൽ കരാർ നിലനിൽക്കത്തില്ല. അപ്പൊ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ഇക്കണോമിസ്റ്റുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വളരെ വലിയ ഒരു സംഘമാണ് ഈ ചർച്ചകൾ നടത്തിയിരുന്നത്. ഇപ്പൊ ചർച്ച നടത്തുന്നാരാ? ഇപ്പൊ ചർച്ച നടത്തുന്നത് റിയൽ എസ്റ്റേറ്റ് ഉടമ ഡീലറായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാരനായിട്ടുള്ള ജാരഡ് കുഷ്ണറുമാണ്. ഇവർക്ക് ഇതിന്റെ ഡിപ്ലോമസിയെ കുറിച്ച് എന്തറിയാം? ഇവർക്ക് ഡിപ്ലോമസിയെ കുറിച്ച് അറിയത്തില്ല, ഇവർക്ക് ആണവ പദ്ധതികളെ കുറിച്ച് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതായത് ഈ മാതിരി ട്രംപിന് തോന്നുന്ന കണക്കുള്ള ആളുകളെ അയച്ചുകൊണ്ടുള്ള നെഗോഷിയേഷൻസ് ആണ് നടക്കുന്നത്. ആ നെഗോഷിയേഷൻസ് ഈ പറഞ്ഞ തരത്തിലുള്ള അമേരിക്കൻ കോൺഗ്രസിനെയോ ഒന്നും വിശ്വാസത്തിലെടുത്തില്ല. എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട കാര്യം, അമേരിക്കൻ കോൺഗ്രസിന്റെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും സെനറ്റും ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി. ആരാ ഈ രണ്ട് പാർലമെന്റിന്റെ ഭൂരിപക്ഷം? ഈ 2 പാർലമെന്റിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷം. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള 2 കോൺഗ്രസിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിലേക്ക് വന്നു. നിങ്ങൾ അറിയാമല്ലോ, CBS എന്ന് പറയുന്ന ടെലിവിഷൻ ചാനൽ ഇന്നലെ പുറത്തുവിട്ട അവിടുത്തെ സർവേ, ആ സർവേയിൽ അവർ പറയുന്നത് ഈ മാഗ വിഭാഗം, അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ വിഭാഗത്തിലെ 56% ആളുകൾ ഏറ്റവും ലേറ്റസ്റ്റ് പോളിൽ അവർ പറയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഉടൻ ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്ന മാഗയിലെ 56% പേരുണ്ട്. അമേരിക്കയിലെ 67% മൊത്തത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അമേരിക്കയുടെ ആഗ്രഹങ്ങളോ അമേരിക്കയുടെ അഭിപ്രായങ്ങളോ പരിഗണിക്കാതെ ഏകപക്ഷീയമായി നടത്തുന്ന ആക്രമണങ്ങളാണിത്. അപ്പൊ അങ്ങനെയുള്ള ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തില് ഈ പറഞ്ഞ ആക്രമണം നടത്തി അവിടുത്തെ മോഡറേറ്റുകളെ ഇല്ലാതാക്കി അവിടെ ടെററിസ്റ്റുകളെ തീവ്രവാദികളായിട്ടുള്ള ആളുകളുടെ അധികാരത്തിൽ കൊണ്ടുവന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 2015 ഇപ്പോ ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഒരു നേട്ടവും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, കോട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ത് കോട്ടമാണ്? അവർ പറഞ്ഞു 2015 ഇറാൻ ആണവ കരാറിൽ അവർ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ആണവായുധ പദ്ധതി ഇല്ല, ഞങ്ങൾ ആണവായുധം വികസിപ്പിക്കില്ല, ഞങ്ങൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് ഞങ്ങൾ അനുവദിക്കും എന്ന് പറഞ്ഞു. ഇതെല്ലാം അവർ പറഞ്ഞതാണ്. ഞങ്ങളെ ആണവ സമ്പുഷ്ടീകരണം 3.67% കൊണ്ടുവരും, ഏറ്റവും താഴെത്തട്ടിലേക്ക് കൊണ്ടുവരും. ഇതെല്ലാം 2015 കരാറിൽ ഒപ്പിട്ട് അംഗീകരിച്ച കാര്യമല്ലേ. അതിനുശേഷം ഒബാമ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവർ പലതും ചെയ്തില്ല. എന്നാൽ പോലും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ ആ കഴിഞ്ഞ 3 വർഷം 15, 16, 17, 18 വർഷങ്ങളിൽ അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി പറഞ്ഞു ഇറാൻ ഇപ്പോൾ ആണവ കരാർ അംഗീകരിക്കുകയും ഇൻസ്പെക്ടർമാരുടെ പരിശോധന ഫലമായിട്ട് അവർ കുഴപ്പങ്ങൾക്കൊന്നും പോകുന്നില്ല എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് 2018 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഈ കരാറിൽ നിന്ന് പിന്മാറി അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ തുടങ്ങിയത്. അതോടുകൂടിയിട്ടാണ് രംഗം വഷളായത്. എന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ടി ഇറാൻ എന്ന് പറയുന്ന രാജ്യം സമ്മതിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പൊ അതുപോലും ഇല്ല. ഇപ്പൊ ഈ കുറച്ച് 60 ദിവസം കഴിയുമ്പോൾ ഈ തുറന്നു കിടന്നിരുന്ന സ്വതന്ത്രമായി ചരക്ക് ഗതാഗതം നടന്നുകൊണ്ടിരുന്ന
ഈ ഹോർമസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകണമെങ്കിൽ അവർക്ക് കപ്പം കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു ഈ ട്രംപിന്റെ തെറ്റായ തീർച്ചയായും അത് മാറിക്കിട്ടാനാണ് ഇപ്പോൾ ഇറാനുമേൽ വലിയ സമ്മർദ്ദം ട്രംപ് തുടരുന്നത്. എന്ത് ഈ യുദ്ധത്തിൽ നിന്ന് നേടി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയവുമാണ്. താങ്കൾ സൂചിപ്പിച്ചു ഇവിടെ കുഷ്ണറും ഒപ്പം തന്നെ JD വാൻസും ഇവർ എങ്ങനെ സമാധാനം കൊണ്ടുവരും എന്നത് സൂചിപ്പിച്ചു. നമുക്കറിയാം പലസ്തീൻ വിഷയത്തിൽ ഇതുപോലെ ട്രംപിന്റെ ഈ ടീം തന്നെയാണ് അവിടെ താൽക്കാലികമായെങ്കിലും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിയതും ഒക്കെ ഈ ടീമാണ്. അതേ രീതിയിലെങ്കിലും ഒരു താൽക്കാലിക സമാധാനം ഈ മേഖലയിലും സാധ്യമാകുമോ എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നതും. ശ്രീ PJ വിൻസെന്റ്, ഇവിടെ ഇപ്പോൾ ഈ ഹോർമുസിനെ ചൊല്ലിയുള്ള തർക്കമാണ്. നേരത്തെ തുറന്നു കടന്നിരുന്ന ഹോർമുസ് എങ്ങനെയെങ്കിലും പഴയതുപോലെ ഇറാന്റെ മേധാവിത്വമില്ലാതെ സുഗമമായി ചരക്ക് പോകുന്ന തരത്തിലാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തട്ടി മാത്രം ആണവ വിഷയങ്ങൾ പോലും അല്ല ഇവിടെ ഇപ്പോൾ ഈ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ മുൻകാല സ്ഥിതി സാധ്യമാകും എന്നതാണ് അന്വേഷിക്കുന്നത്. അവിടെ ട്രംപിനൊപ്പമല്ലേ മറ്റ് രാഷ്ട്രങ്ങൾക്ക്, ലോകരാഷ്ട്രങ്ങൾക്ക് നിൽക്കുക സാധ്യമാകുകയുള്ളൂ. താൽക്കാലികമായി അവിടം തുറന്നു നൽകുമ്പോഴും താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി അത് ഓപ്പൺ ചെയ്യുമ്പോഴും ഇറാന്റെ യാതൊരു നിയന്ത്രണവും പാടില്ല എന്നത് അമേരിക്കയുടെ മാത്രം ആവശ്യമല്ലല്ലോ. മറ്റ് ലോകരാഷ്ട്രങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. ഇറാന്റെ ഒപ്പം സൗഹൃദമുള്ള രാഷ്ട്രങ്ങൾക്ക് മാത്രം ഇറാൻ നിശ്ചയിക്കുന്ന രീതിയിൽ പോകാം, മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഇറാൻ നിശ്ചയിക്കുന്ന ടോൾ നൽകി പോകാം എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പ് സാധ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ സാധ്യമാക്കിക്കൊണ്ട് ഒരു താൽക്കാലിക പ്രശ്ന പരിഹാരം എന്നത് സാധ്യമാകുന്നതാണോ? അത് ഒരിക്കലും സാധ്യമാവില്ല. അത് ആഗോളവൽക്കരണത്തിന്റെ അവസാനമായിരിക്കും. കാരണം ഇന്റർനാഷണൽ സപ്ലൈ ചെയിൻ നിലനിർത്തുക എന്നത് ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങൾക്ക് അനിവാര്യമാണ്. ലോകം അത്രമാത്രം സാമ്പത്തികമായി ഇന്റഗ്രേറ്റഡ് ആയിട്ട് കഴിഞ്ഞു. ഗൾഫ് യുദ്ധം ആരംഭിച്ചപ്പോൾ കേരളത്തിൽ എത്രയോ തട്ടുകടകൾ പൂട്ടിപ്പോയി. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു ചെറിയ ചായക്കട നടത്തുന്ന ഒരു തട്ടുകട വ്യാപാരിക്ക് പോലും അയാളുടെ ജീവിതത്തെ പോലും ബാധിക്കുന്നു ഗൾഫ് യുദ്ധം. ആ രൂപത്തിൽ ലോകം ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് പാതകൾ ഏതെങ്കിലും രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നത് എത്ര അപകടകരമായ അവസ്ഥയായിരിക്കും. ഇത് മാത്രമല്ലല്ലോ, ഇന്റർനാഷണൽ ചോക്ക് പോയിന്റുകൾ എന്ന് പറയുന്ന കുറേ കടലിടുക്കുകളുണ്ട് വളരെ പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലാക്ക സ്ട്രെയിറ്റ്, സിംഗപ്പൂർ സ്ട്രെയിറ്റ്, അതുപോലെ ഈ ഹോർമൂസ് കടലിടുക്ക്, ജിബ്രാൾട്ടർ, സൂയിസ് കനാലും പനാമ കനാലും മനുഷ്യനിർമ്മിതമായതുകൊണ്ട് അതിലെ കടന്നു പോകുമ്പോൾ കപ്പലുകൾ ചുങ്കം കൊടുക്കണം, സ്വാഭാവികമാണ്. പക്ഷേ സ്വാഭാവികമായ കപ്പൽ പാതകൾ അന്താരാഷ്ട്ര കപ്പൽ പാതകളായി നിലനിർത്തേണ്ടുന്നത് ലോകത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഹോർമൂസ് തുറക്കുക എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യ അടക്കമുള്ള ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക താല്പര്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കാരണം ശ്രീ PJ വിൻസെന്റ്, അവിടെ ഇറാന് വിട്ടുവീഴ്ചകൾ വേണ്ടിവരില്ലേ എന്നതാണ് എന്റെ ചോദ്യം. കാരണം മറ്റു രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവിടെ സ്വതന്ത്രമായ സഞ്ചാരപാത ഒരുങ്ങണമെങ്കിൽ ഇറാൻ വിചാരിക്കണം. അപ്പോൾ യുദ്ധം തുടങ്ങി വെച്ചത് ആരാകട്ടെ, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താകട്ടെ, ഈ വിഷയത്തിൽ ഇറാൻ അല്പം വിട്ടുവീഴ്ചയെങ്കിലും ചെയ്താൽ മാത്രമല്ലേ അവർ ഒറ്റപ്പെടാതിരിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? സകല അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തി ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ച് അവിടുത്തെ പരമോന്നത നേതാവിനെ അടക്കം കൊലപ്പെടുത്തി അതിക്രൂരമായ ആക്രമണം നടത്തിയത് അമേരിക്കയല്ലേ? അമേരിക്ക ഉണ്ടാക്കിയ പ്രശ്നമാണിത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോർമൂസ് കടലെടുക്ക് നാഷണലൈസ് ചെയ്യണമെന്നോ ചുങ്കം ഏർപ്പെടുത്തണമെന്നുള്ള ഒരു താല്പര്യവും അവർക്കുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ അവർക്ക് ഈ യുദ്ധത്തിൽ അവരുടെ രാജ്യം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കുടെ കയ്യിലുള്ള ഏക പ്രതിരോധം എന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലെടുക്കിന് മേലെയുള്ള നിയന്ത്രണമാണ്. അത് ഒരു വെപ്പണാണ്, വെപ്പണൈസേഷൻ ഓഫ് ദി സ്ട്രേറ്റ്. അവർക്ക് നിലനിൽക്കാൻ വേറൊന്നുമില്ല. ഇപ്പൊ അറബ് രാജ്യങ്ങൾ ഒരിക്കൽ 1970-കളിൽ ഓയിൽ വെപ്പൺ ഉപയോഗിച്ചിരുന്നു. പലസ്തീൻ വിഷയത്തിൽ പലസ്തീനികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ എണ്ണ തരില്ല എന്നുള്ള നിലപാടെടുന്നു. അത് വെപ്പണൈസേഷൻ ഓഫ് ഓയിലാണ്. അതുപോലെ ഇറാന്റെ കയ്യിൽ ഇപ്പോൾ അതിജീവിക്കാനുള്ള ഏക ആയുധം, ഒരുപക്ഷെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ആയുധം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഞങ്ങൾ നിയന്ത്രിക്കും എന്നതാണ്.
അത് ചെയ്യേണ്ടത് ആ രാജ്യത്തിന്റെ അതിജീവനത്തിന് അനിവാര്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് ആഗോള സമൂഹം ഇറാന്റെ പരമാധികാരത്തിനും ആ രാജ്യത്തിന്റെ സുരക്ഷയും ഉറപ്പുവരുത്തണം. അത് എൻഷുർ ചെയ്യുന്ന നിമിഷം ഒരുപക്ഷെ ഇറാൻ ഹോർമുസ് കടലിലേക്ക് തുറക്കാൻ തയ്യാറാകും. അങ്ങനെ ചെയ്യാതെ ഇറാൻ ഏകപക്ഷീയമായിട്ട് ഹോർമുസ് കടലിലേക്ക് തുറന്നു കൊടുക്കണം, അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആ രാജ്യത്തെ ഇങ്ങനെ ബോംബ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ള സാഹചര്യം ഒരു ലോകത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ പരിഹാരം ഉണ്ടാവണം. അതോടൊപ്പം നമ്മൾ ഈ സൂപ്പർ പവറിന്റെ അമേരിക്ക അടക്കമുള്ള ഹെജിമോണിക് ശക്തികളുടെ ഇടപെടലിനോടൊപ്പം തന്നെ പശ്ചിമേഷ്യക്കകത്തുള്ള ആഭ്യന്തര സംഘർഷങ്ങളും പ്രത്യയശാസ്ത്ര സംഘർഷങ്ങളും കൂടി പ്രധാനമാണ്. അത് കണക്കിലെടുക്കാതെ നമുക്ക് ഈ പ്രശ്നത്തിന്റെ സ്ഥിരതയാർന്ന പരിഹാരത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ശീതയുദ്ധം അവസാനിച്ചത് എന്തുകൊണ്ടാണ്? പ്രത്യയശാസ്ത്ര സംഘർഷം കൂടി അവസാനിച്ചതുകൊണ്ടാണ്. അതായത് സോഷ്യലിസ്റ്റ് ചേരി തകരുകയും സോവിയറ്റ് യൂണിയൻ അടക്കം സോഷ്യലിസം ഉപേക്ഷിച്ച് ലിബറൽ ജനാധിപത്യത്തിലേക്ക് പോയ ഘട്ടത്തിലാണ് ശീതയുദ്ധം വളരെ സ്വാഭാവികമായിട്ട് അവസാനിക്കുന്നത്. അപ്പം ഇപ്പോൾ സമാനമായ രീതിയിൽ ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ കഠിനമായ ശീതയുദ്ധം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഗൾഫ് രാജ്യങ്ങളെ, അറബ് രാജ്യങ്ങളെ നയിക്കുന്നത് സൗദി അറേബ്യയാണ്, ഇപ്പറേ ഇറാനാണ്. അപ്പൊ അത് തമ്മിലുള്ള ആ പ്രത്യയശാസ്ത്ര സംഘർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൽ കൂടി പരിഹാരം ഉണ്ടാകാതെ ആ മേഖലയിൽ ഒരു സ്ഥിരമായ സമാധാനം അസാധ്യമാണ്. ഈ വ്യത്യാസം, ഈ സംഘർഷം നിലനിൽക്കുന്ന കാലത്തോളം അമേരിക്കയ്ക്കോ ചൈനയ്ക്കും റഷ്യയെ അടക്കമുള്ള സൂപ്പർ പവറുകൾക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഒബാമയുടെ പെർമനന്റ് 5+1 കരാറ് രൂപപ്പെടുത്തിയ മാതൃകയിലാണ് അവിടെ ഒരു സമാധാന കരാർ ഉണ്ടാവേണ്ടത്. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ ഏർപ്പെട്ട ഒരു കരാറാണ്. അത്തരത്തിലൊരു ഏകപക്ഷീയം എന്ന് പറയുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വിചാരിച്ചാലൊന്നും അവിടെ ഒരു സ്ഥിരസമാധാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് ഒബാമ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ട രാജ്യമാണ് ഇറാൻ. മാത്രമല്ല ഈ കൊല ചെയ്യപ്പെട്ട ആയത്തുള്ള അലി ഖംനേയി അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ച് ആണവായുധം ഉണ്ടാക്കുന്നതും ആണവായുധം പ്രയോഗിക്കുന്നതും അനൈസ്ലാമികമാണെന്ന് പ്രഖ്യാപിച്ച ഒരാളാണ്. അത്തരം ഒരു രാജ്യത്തിന്റെ അങ്ങനെ ഒരു പാരമ്പര്യം കൂടി അവർക്കുണ്ട്. പക്ഷെ ഇവിടെ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ഏകപക്ഷീയമായിട്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ പരിഹരിക്കാൻ സാധ്യമല്ല എന്നാണ് എന്റെ പക്ഷം. അവിടെ റഷ്യയും ചൈനയും യുണൈറ്റഡ് നേഷൻ എന്നുള്ള സംവിധാനം ഒപ്പില്ല എങ്കിലും യൂറോപ്യൻ യൂണിയനും ഒക്കെ ചേർന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. അവിടെ ലോകരാഷ്ട്രങ്ങൾ ഇറാന് സുരക്ഷിതത്വം ഒരുക്കണം. അതേസമയം ഇറാനെതിരായിട്ടുള്ള ആരോപണങ്ങളും പരിഹരിക്കണം. അവരുടെ പ്രോക്സികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായ സ്വാഗതം വരുന്നു. അങ്ങനെ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതടക്കമുള്ളവ പരിഹരിച്ചുകൊണ്ട് ഇറാന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏകപക്ഷീയമായ ആക്രമണമല്ല ഇറാന്റെ മേലെ നടന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? അപ്പോൾ ആ ആക്രമണം ഉണ്ടായപ്പോൾ കയ്യും കെട്ടി നിന്ന ലോകരാഷ്ട്രങ്ങൾക്ക് അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് പാർട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അതിലംഘിച്ച് ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ കയ്യും കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിന്റെ തിക്തഫലം അനുഭവിക്കാൻ കൂടി നിങ്ങൾ യോഗ്യരാണ് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇപ്പൊ ഈ പെർമനന്റ് 5 എന്ന് പറയുന്ന സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഉൾപ്പെടെ ഒരു വലിയ സമാധാന പ്രക്രിയ നടത്തി പരിഹാരമുണ്ടാക്കണം. അതിൽ ഇസ്രായേൽ ഒരു പാർട്ടി ആയിരിക്കണം. ആ ദിശയിലുള്ള ഒരു സമാധാന പ്രക്രിയയ്ക്ക് മാത്രമേ ഇറാന്റെ പരമാധികാരവും അവരുടെ നാഷണൽ ഇന്റഗ്രിറ്റിയും ഐക്യവും അഖണ്ഡതയും സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടാനുള്ള അവകാശവും ഒക്കെ അവർക്ക് ഉറപ്പുവരുത്തണം. അവരുടെ മേലെയുള്ള ഉപരോധം അടക്കമുള്ളവ ഒഴിവാക്കാൻ തയ്യാറാണ്. അതേസമയം ഇറാനും ഇതുപോലെ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും പ്രോക്സികളെ ഉപയോഗിച്ച് മേഖല അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായിട്ടുള്ള നിലപാടുകളിലൊക്കെ അയവ് വരുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു തീവ്രവാദപരമായ നിലപാടെടുത്തുകൊണ്ട് ഇറാനും മുന്നോട്ട് പോകാൻ പറ്റില്ല, അമേരിക്കയ്ക്കും പോകാൻ പറ്റില്ല. ഇസ്രായേലാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് ലോകം പോകും. അപ്പൊ P5+1 കരാർ സാധ്യമാകുമെങ്കിൽ സമാനമായ രൂപത്തിൽ ഒരു സമാധാന കരാർ അവിടെ രൂപപ്പെടുത്താൻ കഴിയും. ആ ദിശയിൽ പോയാൽ മാത്രമേ ഒരു സ്ഥിര പരിഹാരം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടത്. ശ്രീ ഐസക് ജോൺ, ഇവിടെ ഇപ്പോ നോക്കൂ,
നൂറുകണക്കിന് അണുബോംബുകളേക്കാൾ തങ്ങൾക്ക് പ്രധാനമാണ് ഹോർമുസ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നേരെ ആക്രമണമുണ്ടായ ആ സമയം മുതൽ ഹോർമുസ് അടച്ചിട്ടിരിക്കുകയാണെന്ന് ഇറാൻ പറയുന്നു. എന്നാൽ തുറന്നു കിടക്കുകയാണ്, കപ്പലുകൾക്ക് കടന്നു പോകാമെന്ന് അമേരിക്ക പറയുന്ന സാഹചര്യം കൂടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ ആക്രമണമുണ്ടായി. ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇന്ത്യ ഉൾപ്പെടെ അതിൽ പ്രതികരിച്ചു. അതിനപ്പുറം അവിടെ നടക്കുന്ന സംഘർഷത്തിൽ ഇന്ത്യ സ്വീകരിച്ചു വന്ന ഒരു നിലപാട് താങ്കൾക്ക് അറിയാമല്ലോ. താങ്കൾ സൂചിപ്പിച്ചു ഗൾഫ് മേഖല കടന്നു പോകുന്ന സാഹചര്യം എന്താണ് എന്നത്. അവിടെ നിന്ന് പ്രവാസികൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചു വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം നേരിടേണ്ടി വരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളായിരിക്കും. നമ്മൾ ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞിട്ട് വില കുറയ്ക്കാൻ തയ്യാറാകാത്ത രാഷ്ട്രമാണ്. കാരണം ഈ സാഹചര്യങ്ങൾ മാറിമറിയുമെന്ന സൂചന, ഒപ്പം തന്നെ നഷ്ടം നികത്തുക എന്നതൊക്കെ ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഇന്ത്യ ഈ സാഹചര്യങ്ങളിൽ എങ്ങനെ നയതന്ത്ര തലത്തിൽ ഇടപെടൽ നടത്തണം എന്നതാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ PJ വിൻസെന്റ് സൂചിപ്പിച്ചു മറ്റ് രാഷ്ട്രങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ടുള്ള സമാധാന ശ്രമങ്ങൾ ഉണ്ടാകണം എന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ, പാകിസ്ഥാനും ഒമാനും ഖത്തറും ചേർന്ന് നടത്തുന്ന ഈ മധ്യസ്ഥതയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിനുമപ്പുറം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പോയി ഇന്ത്യയുടെ ഇടപെടലിൻ്റെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് നല്ലൊരു അവസരം ഉണ്ടായിരുന്നു, അത് പോയി. പാകിസ്ഥാൻ ഇപ്പം ഓൺ ബാക്ക് ഫുട്ടിലാണ്. ഇപ്പം ഈ രംഗത്ത് നിൽക്കുന്നത് ഇപ്പം ഖത്തറും ഒമാനുമാണ്. ഇപ്പം കൂടുതൽ വളരെ പാകിസ്ഥാനെ ഏകദേശം ഒരുമാതിരി സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ നെഗോഷിയേഷൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഇമ്പ്രഷനാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക്, റഷ്യയ്ക്കും ചൈനയ്ക്കും ഇതിനകത്ത് ദേ ആർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതിനകത്ത് ഇവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെയൊക്കെ ആഘാതവും ഒക്കെ അനുഭവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇടപെടാം. അത് ഏത് രീതിയിൽ ഇടപെടണം എന്നുള്ളത് അവർ എല്ലാം തമ്മിലുള്ളൊരു കോൺസെൻസസ് ഉണ്ടാകണം. ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവർ തമ്മിൽ മാത്രം ഒരു കരാർ ഉണ്ടായ പോലെ ഇത് ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഇതായതുകൊണ്ടത് എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻക്ലൂസീവായിട്ട് ഉള്ള ഒരു 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 പിന്നെ ഒരു ഒരു തരത്തിലുള്ള ഒരു ട്രീറ്റി ഉണ്ടാകണം. ആ ട്രീറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരെയും, യൂറോപ്യൻ യൂണിയനെയും US-ഉം റഷ്യയും ചൈനയും ഇന്ത്യയും, ഇവർ മേജറായിട്ടുള്ള ടർക്കി, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളെ ഇവരെല്ലാം കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഉണ്ടാക്കണം. പക്ഷെ അതുകൊണ്ടും ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ഇറാന് കിട്ടിയ ഒരു വലിയൊരു ആയുധമാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ. അതുപോലെ തന്നെ യുദ്ധം മൂലം ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിച്ചത്, ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അമേരിക്കയാണ്. അമേരിക്കയുടെ ആ മൈറ്റ് എന്താണെന്ന് പൊള്ളയായിരുന്നു. എത്ര ബോംബിട്ടാലും ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും. അപ്പോൾ ആ ഭയം ഇറാനിൽ നിന്ന് മാറി. ഇവർ എത്ര അടിച്ചാലും ഇത്രയൊക്കെയോ സംഭവിച്ചിട്ടുള്ളൂ. ശരിയാണ്, ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു, എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇത് ഒരു വയ്യാവേലി വെച്ചോ അല്ലെങ്കിൽ പൂതത്തെ തുറന്നു വിട്ട പോലെ പോയി. ഇറാൻ എന്ന് പറഞ്ഞൊരു ഇവരെ ഒരുമാതിരി ഭയപ്പെടുത്തി നിർത്തിയായിരുന്നു. അങ്ങ് ഒബാമ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇവരെ ഒന്ന് ചെറുതായിട്ട് ഭയപ്പെടുത്തി ഒപ്പിടിപ്പിച്ചു, ചെറുതായിട്ട് ഭയപ്പെടുത്തി. ഇത് ആ ഭയം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചോളം ഇനി അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ രീതിയിലായി, എങ്കിൽ ഞങ്ങൾ നോക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ പിടിച്ചേക്കും. അപ്പോൾ ഈ ഹോർമുസ് എന്നും ഇനി മുതൽ ഇറാന്റെ കയ്യിൽ ശക്തമായിട്ടൊരു ആയുധമായിട്ട് തുടങ്ങും. ഇനി എങ്ങനെയൊക്കെയുള്ള സമാധാനം ഉണ്ടായാലും ഇറാനെതിരെ വീണ്ടും കാരണം ഈ സീസ് ഫയർ എഗ്രിമെന്റ് അനുസരിച്ച് ഇറാന് 60 ദിവസത്തേക്ക് യാതൊരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എത്ര പ്രാവശ്യം അതിനുശേഷം ഇസ്രായേൽ കരാർ ലംഘിച്ചു, US എത്ര പ്രാവശ്യം ലംഘിച്ചു. ഇവിടെ ആരെങ്കിലും പിന്നെ ഇവിടെ സമാനമായിട്ട് പോയതുകൊണ്ട് ഇസ്രായേൽ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഇസ്രായേൽ പോയി ഷിപ്പുകളെ അടിച്ചാലും ഇവിടെ തീരും. അമേരിക്ക പറയും ഇറാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലും ആക്രമണം ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള പ്രകോപനങ്ങൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം ശരിയാണ്, ഞാൻ ഇതേപോലെയുള്ള ഭീതിജനകമായ ഒരു അവസ്ഥാവിശേഷം, ഒരു സിനേറിയോ ഞാൻ കാണുന്നില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഐസക് ജോൺ, എന്തായാലും ട്രംപ് തുറന്നുവിട്ട ഭൂതമാണ് ഇത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ ഭൂതത്തെ ട്രംപ് തന്നെ പിടിച്ചു കെട്ടുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോർമുസിലെ തർക്കം വീണ്ടും യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നതായിരുന്നു പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 82% പേർ, അല്ല എന്ന് പറയുന്നത് 15% പേർ മാത്രം. അപ്പോൾ യുദ്ധഭീതിയിലാണ് ഓരോ മനുഷ്യരും എന്നതാണ് അപ്പോൾ റിസൾട്ട് പോലും സൂചിപ്പിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.